ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്. അപ്പം നമ്മള് രാവിലെ തന്നെ ഷൂട്ട് തുടങ്ങി കേട്ടോ. രാവിലെ എല്ലാം റെഡി ആയിട്ടുണ്ട്. അമ്മ ഇതാ ഒരുക്കി എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇന്ന് അതായത് ഞാൻ നേരത്തെ പറഞ്ഞ് റെഡി ആക്കിപ്പിച്ചതാണ്. എന്തറിയോ, ഇത് നേരത്തെ റെഡി ആയി കഴിഞ്ഞാൽ പടപടയുന്ന പരിപാടി തീരും. ഞാൻ മുഖത്ത് റെഡി ആകാനുള്ള ഇന്നത്തെ സീനിന് മെയിൻ നിന്റെ റോളാണ്. ആണോ? യെസ്. അപ്പൊ നമ്മള് രാവിലത്തെ സീൻ, അത് രാവിലെയാണ് സംഭവം ചിത്രീകരിക്കുന്നത്. ഇവക്ക് കഥയൊന്നും ഞാൻ പറഞ്ഞു കൊടുക്കാറില്ല കേട്ടോ. എന്താന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ എന്തെങ്കിലും ഒരു കഥ ഞാൻ മെനഞ്ഞെടുത്ത് ഞാൻ കഷ്ടപ്പെട്ട് എഴുതി അത് സ്ക്രിപ്റ്റ് ആക്കി റെഡിയാക്കി കഴിയുമ്പോഴത്തേന് ഞാൻ ആ കഥ ഇവളോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവൾക്കത് പുച്ഛമാണ്. അതിന് നീ അത് തിരുത്താൻ പറയും, അങ്ങനെ ഇങ്ങനെ അങ്ങനെ പറഞ്ഞു. എന്റെ സജഷൻ പറഞ്ഞു. പക്ഷെ ആ സജഷൻ എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ ഡീമോട്ടിവേറ്റ് ആക്കും. അതുകൊണ്ട് ഞാൻ ഇന്ന് കഥ പറഞ്ഞു കൊടുക്കുന്നത്. കഴിഞ്ഞ 2-3 സ്റ്റോറി ആയിട്ട് ഞാൻ കഥ പറഞ്ഞു കൊടുത്തിട്ടേ ഇല്ല. ശരിയല്ലേ? അതുകൊണ്ട് നീ ഇപ്പൊ ഒരു വ്ലോഗിൽ ഇങ്ങനെ പറയുന്നുണ്ട്, സീൻ അങ്ങ് പറഞ്ഞു കൊടുക്കും. സീൻ പറഞ്ഞു കൊടുത്ത് അപ്പ അഭിനയിച്ചോളാൻ പറയും. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അഭിനയിക്കുന്നില്ലേ? അതുണ്ട്. മമ്മിയുടെ 2 സീൻ എടുക്കാനുണ്ടായിരുന്നു. അതെന്താക്കി ഞാൻ രാവിലെ മമ്മി എന്തായാലും മമ്മി അഭിനയിക്കില്ല, മീൻസ് അങ്ങനെയല്ല, ജോലിക്ക് പോകാനുള്ള തിരക്കെല്ലാം ഉണ്ട്. അപ്പൊ മമ്മി പണി ചെയ്യുന്ന സമയത്ത് തന്നെ മമ്മി ഇത് ചെയ്തോളാൻ പറഞ്ഞിട്ട് അപ്പൊ തന്നെ അത് അങ്ങ് എടുത്ത് തീർത്തു. അതൊക്കെ ഞാൻ എടുത്ത് തീർത്തു. 2 സീനേ ഉള്ളൂ. എനിക്കോ? നിനക്ക് കുറവുണ്ട്. നീ ഇന്ന് തോന്നക്കര പഞ്ചായത്തിൽ ഇന്ന് അഭിനയിച്ച് തകർക്കും. അതെ, ഇന്ന് നീ തോന്നക്കര പഞ്ചായത്തിലെ അരി മുഴുവൻ പെറുക്കിയെടുക്കും. അത്രക്കില്ല. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ ഇന്നത്തെ വ്ളോഗ്. അപ്പൊ ഇന്നത്തെ വ്ളോഗ് കാണാൻ വേണ്ടി വന്ന എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഹൃദയം നിറഞ്ഞ സ്വാഗതം. എന്തൊരു കഷ്ടമാണെന്നറിയോ, നമ്മള് ഷോർട്സ് റീലൊക്കെ ഷൂട്ട് ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മള് ഇങ്ങനത്തെ സ്റ്റോറീസ് ആയിട്ട് നമ്മള് ഇങ്ങനത്തെ വീഡിയോ എടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഇവൾക്ക് ഡൗട്ടായെന്ന് തോന്നുന്നു. ഇവള് കണ്ട് തിരിച്ചു മറിച്ചു കൊടുക്കുന്നുണ്ട്. സാധാരണ ഇത് റീലിന് വേണ്ടിയല്ലേ എടുക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഫോൺ പിടിച്ചെടുത്തു. എന്റെ കഷ്ടപ്പാട് നീ മനസ്സിലാക്കണം. ഇത് അഭിനയിക്കാൻ വേണ്ടി കിടന്നോ? ഒരുത്തന് എന്ത് സുഖം ഇവിടെ നോക്കി കിടന്ന് വെലസ് ചെയ്യണം. ആദ്യത്തെ സീൻ എടുത്തോ. റെഡി? ഫോൺ ഇപ്പുറത്താ കേട്ടോ. റെഡി? നീ കോഴി പോകണേ, നീ സൗണ്ട് ഉണ്ടാക്കണേ. നീ എന്നെ ഒരു കോഴി ആക്കരുത്. ഇല്ല, നീ കോഴി പോകണം. ഓക്കെ. എന്തോന്ന് വളിച്ച ചിരി. രാവിലെ ധൃതി ഉണ്ടാവണം, അങ്ങനെ നോക്കണ്ട. പിന്നെ ധൃതി ഇച്ചിരി നോർമൽ. ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നല്ലേ, അപ്പൊ അതാണ് അത്ര ഒന്നുമില്ല. ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേന് നോർമലായിട്ട് ചെയ്യുന്ന മുടി ചീവിട്ട് പുറത്തേക്ക് വരാൻ വേണ്ടിട്ടാ. അതെന്ത് പരിപാടി? ഞാൻ ആവശ്യമില്ലാത്ത, ഞാൻ പറയാത്ത കാര്യങ്ങളൊക്കെ നീ എന്തിനു വീഡിയോയിൽ ഇടാൻ വേണ്ടി പോകും? ആവശ്യമില്ലാത്ത സാധനം ഒന്നും ഇടണ്ട കേട്ടോ. എന്തി അപ്പോൾ എക്സ്ട്രാ ഒന്നുകൂടെ മുടി ചെയ്യണം. വേണ്ട വേണ്ട വേണ്ട, എക്സ്ട്രാ എല്ലാം ഇട്ടിട്ട് കുളമാക്കും. എടി ഇപ്പോഴത്തെ സീൻ അല്ല. എന്തോ നീ ഇപ്പൊ ഞാൻ പറയുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി. എന്തുവാ ഒരു ഉത്സാഹം വേണ്ടേ ചെയ്യുന്നതിന്? നിന്റെ പുറകെ അല്ല ഞാൻ വരേണ്ടത്, നീ എന്റെ ഫ്രണ്ടിലേക്കാണ് വരേണ്ടത്. അതിലൊന്നുമല്ല, നീ വാ ഇങ്ങോട്ട്. എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ തന്നെ എണീറ്റ് വല്ല മനസ്സിലായോ? എന്റെ ഫേസിൽ വന്ന സാധനം കണ്ടില്ലേ? അത്രേ ഉള്ളൂ. അയ്യോ, അങ്ങനെ കുറച്ചധികം ഷൂട്ട് അകത്തിന്ന് കഴിഞ്ഞു. അമ്മൂട്ടി തകർത്ത് അഭിനയിക്കുക. പെട്ടെന്ന് പെട്ടെന്ന് ഷോട്ടുകളൊക്കെ പടപടയെന്ന് എനിക്ക് തീർത്ത് തരുന്നുണ്ട്. ഞാൻ അഭിനയിക്കാൻ അറിയുന്നോണ്ട് ടീച്ചർ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായി. ഒന്ന് പോടെ അവിടെ. ഇതാണ് ഈ തള്ളാണ് എനിക്ക് സഹിക്കാൻ മേലത്. നമ്മുടെ മെയിൻ ആക്ടർ എന്തിയേ? ഞാനല്ലേ? നീ അല്ല, പോയി ഗാർഗിയോളെ. ഗാർഗിയെ ഗാർഗി എന്തിയേ? നായിക ഉറക്കുവാണ്. ഗാർഗിനെ കാണുന്നില്ലല്ലോ. അയ്യോ, ഗാർഗിനെ കാണുന്നില്ല. ഗാർഗി എന്തിയേ? ഇത് ഗാർഗിയുടെ വീടാണോ? ഞാൻ വിളിച്ചാ വരുമോ നോക്ക്. നായിക വന്നു. ഇതാണ് നമ്മുടെ കഥാനായിക കടന്നു വന്നിരിക്കുകയാണ് ഗൈസ്.
ആരെ കണ്ടാലും വാലാട്ടിരിക്കും, സ്നേഹം മാത്രം. ഞങ്ങളുടെ ചക്കരയായത് ചൂലെടുത്തിട്ട് ആദ്യം എല്ലാവരും ചെയ്യുന്ന ഒരു സംഭവം. എങ്ങനെ കാണിച്ചു? ചൂലെടുത്തിട്ട് എല്ലാവരും ആദ്യം ചൂലെടുത്തിട്ട് ഒരു ഇത് ചെയ്യത്തില്ല, ഇതാ ഇങ്ങനെ സാധനം ചെയ്യത്തില്ല. ഞാൻ അടിക്കണ്ട, ജസ്റ്റ് ഇങ്ങനെ ഒന്ന്. ആ ഇതൊന്ന് കറക്കണം. ഓക്കെ, ഇത് കറങ്ങി ഇങ്ങനെ ഒന്ന് കറക്കണം. കറക്കിയിട്ട് അങ്ങനെ ആക്കണം. അയ്യോ, ഇത് ഒരുമാതിരി പട്ടം കറക്കുന്നതാണ്. സ്റ്റഡി, സ്റ്റാർട്ട് ക്യാമറ, ആക്ഷൻ. എന്ത് വഴി അത്രയൊന്നും കറക്കണ്ട. ഇവിടെ ഒന്ന് മേയിച്ച് സംഭവം തീർക്കാൻ പെടുന്ന പാടെ. ചായ കുടിച്ചു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് വീഡിയോ എടുക്കുമ്പോഴത്തേന് എന്നെ ചായ കുടിക്കാൻ സീൻ ഞാൻ ആഡ് ചെയ്തതുകൊണ്ട് എനിക്കിടയ്ക്ക് ചായ കുടിക്കാൻ പറ്റുന്നുണ്ട്. അത് ഞാൻ പഞ്ചസാര ഇടാതെ കൊടുത്ത്. അത് തന്നെ, അത് വളരെ വളരെ മോശമായി കേട്ടോ. നീ അത് തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായേനെ. ഇനി നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്ന അടുക്കളയിൽ സീനാണ് കേട്ടോ. നമ്മൾ എടുത്തെടുത്ത് വരുമ്പോഴത്തേന് ചിലപ്പോൾ ചില സമയത്ത് നമുക്ക് ഒരു ഐഡിയ സമയം കുറേ എടുക്കും. അത് തന്നെ. അതിന്റെ ഇടയ്ക്ക് നമുക്ക് കോള് വന്നിട്ടുണ്ടെങ്കിൽ അത് കഷായമാവും. അഭിനയിച്ച് അങ്ങ് ഫ്ലോയിലേക്ക് വരുമ്പോഴായിരിക്കും ചിലപ്പം ആരെങ്കിലും വിളിക്കുന്നത്. അപ്പഴേക്കും ഫ്ലോ അങ്ങ് പോകും. അപ്പൊ ഇനി അടുത്തയിലേക്ക് നമുക്ക് കടന്നാലും. ഞങ്ങൾ അടുത്തയിലേക്ക് കടക്കുകയാണ്. അടുക്കള സീനാണ് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മു ചായ കൊടുക്കാൻ വേണ്ടി വരുന്ന സീനാണ്. അത് ഞാൻ കൊടുത്തു. ഇന്ത്യൻ ചായ ഇല്ല, അതിന്റെ റീക്രിയേഷൻ ചെയ്യണം. നീ എന്താണ് ഇങ്ങനെ തുറച്ചു നോക്കുന്നത്? എനിക്ക് നിന്റെ സൗന്ദര്യം നോക്കത്തില്ലേ? മതി ഇളക്കവും. അപ്പൊ തുടങ്ങാം നമുക്ക്. ഒന്നുമില്ല, അമ്മൂട്ടി ഇവിടെ നിൽക്കേ, ഈ സൈഡിൽ നിന്നിട്ട് മോളെ ഈ ചായ അവന് കൊണ്ട് കൊടുക്കുക. അത്രേ ഉള്ളൂ. റെഡി, കട്ടൻ ചായ റെഡി, സ്റ്റാർട്ട് ക്യാമറ, ആക്ഷൻ. മോളെ ഈ ചായ അവന് കൊണ്ട് കൊടുക്കുക കേട്ടോ. ശരി അമ്മേ. മതി, ഓവറാക്കണ്ട. ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ അതിനെ പിന്നെ ഓവറാക്കി ചാളവാക്കാം. ഞങ്ങളുടെ അമ്മേനെ ചിത്രീകരിക്കാൻ പറ്റില്ല, അമ്മ ജോലിക്ക് പോയി. അതാണ് മെയിനായിട്ട് കഥ. എല്ലാം ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് മാത്രമേ ഉള്ളൂ. അമ്മൂട്ടി, ഇന്നത്തെ വീഡിയോ എടുപ്പ് കഴിഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ സ്ക്രിപ്റ്റ്? ഔട്ടിങ് കണ്ടാലല്ലേ അറിയുള്ളൂ. എന്ത് ഔട്ടിങ് അല്ല, ഔട്ട്. അതായത് ഈ വീഡിയോയുടെ സ്ക്രിപ്റ്റും ഈ വീഡിയോയുടെ പ്ലാനിങ്ങും എല്ലാം പറഞ്ഞു തന്നത് അമ്മൂട്ടിയാണ് കേട്ടോ. ഏകദേശം ഐഡിയ കിട്ടി, പക്ഷെ ഞാൻ അതിനൊന്ന് മേക്ക് ചെയ്തെടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ ഇതുപോലെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടോ, അല്ല ഞാൻ എന്തോ തിരക്കായിരുന്നപ്പോഴത്തേനും ഞാൻ അമ്മൂനോട് പറഞ്ഞായിരുന്നു എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല, നീ പറഞ്ഞു തരണമെന്ന് പറഞ്ഞപ്പോഴത്തേനും ഇവള് പറഞ്ഞ ഒരു ഐഡിയയിലാണ് ഈ ഒരു വീഡിയോ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തത്. അപ്പം ഈ വീഡിയോ ചിലപ്പോൾ നാളെ ആയിരിക്കും ഞങ്ങൾ ഇടാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പം അത് നിങ്ങൾ കാണണം ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയൊക്കെ ഉണ്ടെന്ന്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ടൊക്കെ അറിയിക്കുന്നു കേട്ടോ. എങ്ങനെ ഉണ്ടെന്നൊക്കെ നമുക്ക് നോക്കാം. എല്ലാം ഇല്ലയോ എന്നൊക്കെ നമുക്ക് അറിയാലോ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ. അമ്മേ, എന്താണെന്നുണ്ടെങ്കിൽ ഈ പുറത്ത് പോയിട്ട് വീഡിയോ എടുക്കുന്നതും വീട്ടിൽ ഇരുന്ന് വീഡിയോ എടുക്കുന്നതിനും തമ്മിലുള്ള വ്യത്യാസം അമ്മൂട്ടിക്ക് എന്താ ഫീൽ ചെയ്തേ? പുറത്ത് വെയിൽ കൊള്ളണ്ട, ഞാൻ എന്താ പറഞ്ഞ പുറത്ത് വെയിൽ കൊള്ളണ്ടെന്നല്ലോ, പുറത്ത് വെയിൽ കൊള്ളണം എന്നല്ലേ. നീ പിന്നെ എന്താ പുറത്താണെങ്കിലും പുറത്ത് വെയിൽ കൊള്ളണം, അകത്താണെങ്കിൽ വെയിൽ കൊള്ളണ്ട. അപ്പം ഇത്രയേറെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രയും നേരം നമ്മുടെ വീഡിയോ കണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ കൊണ്ട് ഞാൻ കറക്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക എന്നുള്ള പഠിപ്പിക്കുകയാണ്. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ തന്നെ ഉണ്ടാവുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണുന്നവരെ ബൈ.